ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നേരത്തെ ലിസ്റ്റ് ചെയ്ത കേസുകൾക്ക് ശേഷം മാത്രമേ പരിഗണിക്കൂ എന്ന് കരുതിയിരുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷാവിധിമേലുള്ള വാദം അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിതിൻ സേവ്യർ വീണ്ടും ചേരുന്നു. നിതിൻ, വീണ്ടും അത് ഉടൻ പരിഗണിക്കാൻ തീരുമാനിച്ചോ? അജിംസ്, ഈ ലിസ്റ്റ് ചെയ്ത കേസുകൾ പരിഗണിച്ച ശേഷം മാത്രം ഈ കേസ് പരിഗണിച്ചാൽ മതി എന്നായിരുന്നു കോടതിയുടെ തീരുമാനം. ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കേസുകളൊക്കെ തന്നെ പരിഗണിച്ച് കഴിഞ്ഞിരിക്കുന്നു. ചില കേസുകളെല്ലാം ലിസ്റ്റ് ചെയ്തിരുന്ന കേസുകളൊക്കെ തന്നെ കോടതി മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് കോടതിക്കകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ശിക്ഷാവിധിയിന്മേലുള്ള വാദം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പ്രതികളൊക്കെ തന്നെ കോടതിയിൽ പറയുന്നതും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും കോടതി ഇവർ പറയുക എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പൾസർ സുനി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു ശിക്ഷാവിധിയിലുള്ള വാദം ഇപ്പോൾ കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ പ്രതികളോടായി ഇത്തരത്തിൽ ഈ കോടതി മുറിക്കുള്ളിലേക്ക് വരാൻ, ഈ ഡയസിലേക്ക് കയറി നിൽക്കാൻ കോടതി ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഓരോ പ്രതികൾ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോ പ്രതികളായി പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ സുനിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശിക്ഷാവിധിയുള്ള വാദം കേട്ടി തുടങ്ങിയിരിക്കുന്നു. പ്രതികളെ ഓരോരുത്തരെയായി കേൾക്കാനായി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പൾസർ സുനിയാണ് ആദ്യം ഈ കോടതിയിലേക്ക്, ഈ ഡയസിലേക്ക് കയറിയിരുന്നത് തന്റെ വാദമുഖങ്ങൾ പറയുന്നത്. ശിക്ഷാവിധികളുടെ വാദത്തിന്മേൽ തന്റെ വാദമുഖങ്ങൾ ആദ്യം പറയുന്നത് പൾസർ സുനിയാണ്. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്നാണ് ഈ പൾസർ സുനി ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ പൾസർ സുനി ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ ഈ തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ റോൾ കോൾ എല്ലാം തന്നെ കഴിഞ്ഞ ശേഷം റോൾ കോൾ കഴിഞ്ഞ് പുതിയ വാദങ്ങൾ, അല്ലെങ്കിൽ ശിക്ഷാവിധിന്മേലുള്ള വാദങ്ങൾ ഇപ്പോൾ കോടതി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മാർട്ടിൻ താൻ പറഞ്ഞിരിക്കുന്നത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. ഇതിൽ മാർട്ടിൻ ആന്റണി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സുനി ആദ്യം പറഞ്ഞിരിക്കുന്നത് അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്നാണെങ്കിൽ മാർട്ടിൻ പറഞ്ഞിരിക്കുന്നത് താൻ നിരപരാധിയാണെന്നും താൻ തെറ്റും ചെയ്തിട്ടില്ല എന്നുമാണ് മാർട്ടിൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ശിക്ഷാവിധിയിലുള്ള വാദം കോടതിയിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ പ്രതികളെയായാണ് ഡയസിലേക്ക് വിളിച്ചു കയറ്റി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേൾക്കുന്നത്.